ഹായ്, അമ്മയുടെ ചാനലിലേക്ക് സ്വാഗതം. അമ്മ ഇന്ന് ഒരു ഉപ്പേരി വറക്കാൻ പോവുകയാണ്. വാഴയ്ക്ക, അതിനുള്ള ആവശ്യത്തിനുള്ള വാഴയ്ക്ക അതുകൊണ്ട് എടുത്തുകൊണ്ട് വെച്ചേക്കുന്നു. അതിനി നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഇന്ന് ചിങ്ങം 1-ാം തീയതി അല്ലേ, പുതിയ വർഷമാണ്. എല്ലാവർക്കും നന്മ നേരട്ടെ. ഇനി നമുക്ക് ഈ വാഴയ്ക്ക ഇങ്ങനെയെല്ലാം പൊളിച്ചെടുക്കാം. വാഴയ്ക്ക ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ഈ വാഴയ്ക്ക പറക്കിയിടാം. ഉപ്പ് വെള്ളത്തിലോട്ട്, അപ്പോൾ കറക്കത്തില്ല. അങ്ങനെ എല്ലാം പറക്കി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് ഇച്ചിരി നേരം ഒന്ന് കിടക്കട്ടെ. എന്നിട്ട് നമുക്കൊന്ന് കഴുകി പറക്കി എടുക്കാം. ഇത് നമുക്ക് ഈ വാഴയ്ക്ക എല്ലാം ഉപ്പ് വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. നമുക്കിനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി എടുക്കാം. ഇങ്ങനെ ഈ പുറത്തൊക്കെ ഇതിന് തൊലികളും നാരും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്കിങ്ങനെ ചണ്ടിക്കളയാമെങ്കിൽ ഉപ്പേരി വെക്കുമ്പോൾ കരിഞ്ഞു പോകത്തില്ല, നല്ല കളറ് കിട്ടും. ഈ പുറത്തെ ഇനിയും വാഴയ്ക്കയല്ല അരിഞ്ഞെടുക്കാം. ഓരോന്നായിട്ട് വട്ടത്തിൽ കട്ടി കുറച്ച് വട്ടത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാൻ വാഴയ്ക്ക കൈ വെച്ചരിയുന്നത്, അല്ലാതെ വെച്ചരിയുമ്പം എനിക്ക് ഒരുപോലെ റൗണ്ടാവത്തില്ല. ഇങ്ങനെ വെച്ചരിയുമ്പോൾ നല്ലതായിട്ട് കട്ടി കുറച്ചരിയാം. നല്ല അരിഞ്ഞ് എടുക്കാം. സ്പീഡ് കൊണ്ടാണ് കട്ടി കുറച്ച് ഇങ്ങനെ ചെയ്ത് അരിയാം. മൊത്തം നമുക്ക് അരിഞ്ഞെടുക്കാം. നമുക്ക് തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പേലോട്ട് വെക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചീനിച്ചട്ടി ചൂടായി നമുക്ക് ഓയിൽ അങ്ങോട്ട് ഒഴിക്കാം. ഓയിൽ ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി വാഴയ്ക്ക അങ്ങോട്ടിടാം. കുറേശ്ശെ വാരി കുറേശ്ശെ അങ്ങോട്ട് വാരിയിടാം. കട്ട കെട്ടാതിരിക്കാൻ നമുക്കിങ്ങനെ അങ്ങോട്ട് ചിക്കി ഇടാം. അന്നേരം കട്ടയാകത്തില്ല, ഒന്നേലൊന്നേൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. വാഴയ്ക്ക പകുതി മൂപ്പായി.
നല്ലതായിട്ട് മൂത്തിട്ട് നമുക്ക് കോരാം. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പുനീരും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയ വെള്ളം ഒഴിക്കാം. വാഴയ്ക്കായ്ക്ക് ഒരു കളറ് കിട്ടും. ഉപ്പേരിയൊക്കെ മൂത്ത് നല്ലതായിട്ട് ഇനി കോരാൻ പോവാണ്. നമുക്കിനി കോരിയെടുക്കാം. എല്ലാം കോരിയെടുത്തിട്ട് ബാക്കിയും കൂടെ നമുക്കുണ്ട്, കുറച്ചതും കൂടി ഇതിനകത്തോട്ടിടാം. ബാക്കിയും കൂടി ഇടാം. ഇത് മൂക്കട്ട് നമുക്ക് മൂത്തിട്ട് അതും കൂടെ കോരിയെടുക്കാം. നമ്മുടെ പെരിയും മൂത്ത നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി ഇട്ടത് മൂത്ത് എല്ലാ ഉപ്പേരിയും നമ്മൾ വറുത്ത് കോരി ഉപ്പേരിയെല്ലാം വറുത്ത് കോരി വെച്ചു. നല്ല കളർഫുള്ളാണ്, നല്ല കളറുണ്ട് ഉപ്പേരിക്ക്. നല്ല വിളഞ്ഞ കായാണ്, നല്ല നാടൻ കായ എടുത്തേക്കുന്നത്. നമ്മുടെ അയ്യത്ത് വാഴക്കായ ഉണ്ടായിരുന്നു, ആ വാഴക്കായ എടുത്തിരിക്കുന്നത്. എല്ലാവരും ഉപ്പേരി വറുത്ത് നോക്കണം. ഇത് ഓണത്തിനും സദ്യയ്ക്കും എല്ലാത്തിനും കൊള്ളാം ഈ ഉപ്പേരി. അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അമ്മയ്ക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മെല്ലേലൊന്ന് അമക്കണേ, എന്നാലേ അമ്മയിടുന്ന വീഡിയോ കാണാനൊക്കത്തുള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്.